രചന അവതരണം സുഗി സുരേഷ്. അവൻ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ ഒരു വാക്ക് കേട്ടപ്പോൾ അവൻ അവരോട് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. താൻ ഇത്രയും കാലം പട്ടി പറയാൻ നടക്കുന്നത് പോലെ അവളുടെ പിന്നാലെ നടന്നിട്ടും അവൾ ആട്ടി ഓടിച്ചതല്ലാതെ സ്നേഹത്തോടൊരു വാക്ക് മിണ്ടിയിട്ടില്ല. അവൾ തന്റെ കൂട്ടുകാരനുമായി പ്രണയത്തിലായെന്ന് കേട്ടപ്പോൾ എന്തിനേക്കാളും അപമാനവും അപർഷവും വന്നു ജിതേഷിന്റെ മനസ്സിൽ. ആദ്യം തന്നെ അവന്റെ മനസ്സിൽ ക്രൂരമായ ചിന്തകൾ വന്നു തുടങ്ങി. രണ്ടിനും ഒരു നല്ല പണി കൊടുക്കണമെന്ന്. തന്റെ കൂട്ടുകാരുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കുമ്പോൾ അവൻ അവരോട് ചോദിച്ചു, എടാ, നീക്ക് എൻ്റെ കൂടെ നിൽക്കില്ലേ? എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. 5 പേരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, എടാ, നിനക്കെന്താ പ്രാന്ത? അവർ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ, നീ അതിൻ്റെ പിന്നാലെ പോയി പണി മേടിക്കണ്ട. പക്ഷേ എന്നിട്ടും ജിതേഷിന് രാത്രിയിൽ ഉറക്കമില്ലാതായപ്പോൾ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടി നടന്നു. ഉറക്കം കിട്ടാൻ വേണ്ടി അവൻ പലതും കാണിച്ചു. പക്ഷെ നിവർത്തിയില്ലാത്തതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോഴും അവളുടെയും അവൻ്റെയും ഹാപ്പിനെസ് മുഖങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. കൂടാതെ അവനെ ആരെയൊക്കെ നോക്കി ചിരിക്കുന്നതും അവൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. കാരണം അത്രയേറെയാണ് അവൾക്ക് പിന്നിൽ നടന്ന് അവൻ കെഞ്ചിയത്. ദിവ്യയെ വിവാഹം കഴിക്കണമെന്നും കൂടെ പൊറപ്പിക്കണമെന്നും അവൻ്റെ മാത്രം ആഗ്രഹങ്ങളായിരുന്നു. കോളേജ് പഠന സമയത്ത് തോന്നിയ ഒരു പ്രണയം പിന്നീട് അത് മറക്കാൻ പറ്റാത്ത എന്തോ ആയി മാറി. താൻ ചങ്ക് പറിച്ചു കാട്ടി കൂടെ നടന്നപ്പോൾ ചങ്ക് കൂട്ടുകാരനായി എബിനും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ രണ്ടുപേരും ഒന്നായി. കൂടെ കൂടി ഇരിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ഓരോ ചിന്താഗതികൾ വന്നു. അപ്പോഴായിരുന്നു തൻ്റെ ഉറ്റ ചങ്ങാതിമാരായ 4 പേരെ കൂട്ടിന് വിളിച്ചത്. മദ്യവും സൽക്കാരവും എല്ലാം ഉള്ളപ്പോൾ ബാക്കിയുള്ളവരും കൂടെ കൂടി. കള്ളും കുടിച്ച് ബോധമില്ലാതെ നിൽക്കുമ്പോൾ അവർ ഓരോ കാര്യങ്ങൾക്കും ജിതേഷിന്റെ ചെവിയിൽ ഓതി കൊടുത്തോണ്ടിരുന്നു. ദിവ്യ, അവളൊരു എമണ്ടൻ സാധനം തന്നെയാണ് അളിയ. അവളെ കണ്ടാൽ ആരും ഒന്ന് കൊതിച്ചു പോകും. നല്ല വെണ്ണ പോലെയുള്ള കൊഴുത്ത ശരീരമല്ലേ, നിനക്ക് ഭാഗ്യമില്ലെന്ന് വിചാരിച്ചാൽ മതി. അത് കേട്ട സമയത്ത് തന്നെ ജിതേഷ് തന്റെ മുന്നിലുള്ള ബിയർ കുപ്പി എടുത്ത് അവന്റെ തലക്കടിക്കാൻ ഒരുങ്ങി. കൂടെയുള്ളവർ പിടിച്ചു മാറ്റുമ്പോഴും ജിതേഷിന് അവനുള്ള കലി അടങ്ങിയില്ല. ബോധമില്ലാതെ അവൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അവളെ എനിക്ക് വേണം, അവൻ അവളെ സ്വന്തമാക്കുന്നതിന് മുമ്പ് അവളുടെ ശരീരത്തെ എനിക്ക് സ്വന്തമാക്കണം. കൂട്ടത്തിലൊരുത്തൻ പറഞ്ഞു, എടാ, നമുക്ക് അവനെയും അവളെയും ഇവിടേക്ക് കൊണ്ടുവരാം, എന്നിട്ട് ബാക്കി കാര്യം ഞങ്ങളേറ്റു. അവർ 4 പേരും കൂടി എബിനുമായി കൂടുതൽ സൗഹൃദത്തിലായി. ശേഷം പതുക്കെ പതുക്കെ അവൾക്കും അവനും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനായി ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് അവരെ അവിടേക്ക് കൊണ്ടുവന്നു. വന്നു കയറിയ 2 പേരോടും അവർ നല്ല രീതിയിൽ സംസാരിച്ചു. വളരെ സ്നേഹത്തോടെ അടുപ്പത്തോടെ, ഇതുവരെ ഇല്ലാത്ത നല്ല ഫ്രണ്ട്ഷിപ്പ് പോലെ. ശേഷം എബിനെ സ്വകാര്യമായി വിളിച്ചുകൊണ്ട് മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി. കൂട്ടത്തിലൊരുത്തൻ എബിന് ഒരു ഗ്ലാസ് മദ്യം ഒഴിച്ചു കൊടുത്തു. അങ്ങോട്ട് അടിക്കളിയ ആകെ കൂടി കൂടുന്നത് ഈ ഒരു സമയത്തല്ലേ. പക്ഷേ ഒരു ഗ്ലാസ്സിലെ മദ്യത്തിൽ അവർ ഉറക്കക്കുളിക്ക് പൊടിച്ചു കൊടുത്തിരുന്നു. അത് കുടിച്ചതിന് ശേഷം എബിൻ പതുക്കെ നിന്ന് ആടാൻ തുടങ്ങി. എബിൻ കള്ളു കുടിച്ച് കുഴഞ്ഞതുപോലെ ദിവ്യ ഇരിക്കുന്ന സോഫയിൽ വന്ന് കിടന്നു. പെട്ടെന്ന് അത് കണ്ടതും ദിവ്യ സോഫയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അയ്യോ, എന്തു പറ്റി? അതളിയൻ കുറച്ച് ഓവറായതാ, ഞാൻ പറഞ്ഞതാ കുറച്ച് കുടിച്ചാൽ മതിയെന്ന്. അളിയൻ കുപ്പി കണ്ട പിന്നെ അങ്ങനെയാ. ദിവ്യയെ അവർ പിടിച്ചിരുത്തി ആദ്യം സ്നേഹത്തോടെ എന്തൊക്കെയോ സംസാരിച്ചു. പതുക്കെ അവളുടെ ശരീരത്തെപ്പറ്റി കമന്റ് പറയാൻ തുടങ്ങി. അതിലൊരുത്തൻ ദിവ്യ ഇരിക്കുന്നതിന്റെ അടുത്ത് വന്നിരുന്നു. അവളെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു. വിട് വിട് എന്ന് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. ഒരു സമയം അകത്തു നിന്ന് ജിതേഷ് വന്ന് അവളെ പൊക്കിയെടുത്ത് തോളിലിട്ടുകൊണ്ട് ബെഡ്റൂമിലേക്ക് എടുത്തോണ്ട് പോയി. കൂടെയുള്ളവർ മദ്യം കുടിച്ച് ആഘോഷിച്ചുകൊണ്ടിരുന്നു. ശേഷം എബിൻ ഇറങ്ങിയപ്പോൾ കൂടെയുള്ള 3 പേർക്കും കൊതി സഹിക്കാൻ കഴിയാതെ അവരും അവളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. എല്ലാം കഴിഞ്ഞ് എബിനെയും ദിവ്യയും അവിടെ കിടത്തി ഒരു ദുഷ്ടന്മാർ തടിതപ്പി. എബിൻ ബോധം തെളിഞ്ഞ് ദിവ്യയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ അനങ്ങാൻ പറ്റാതെ കിടക്കുകയായിരുന്നു. അവൻ അവളെ ആദ്യം എടുത്തുകൊണ്ട് ഓടിയത് ഹോസ്പിറ്റലിലേക്കാണ്. ശേഷം അവിടെ നിന്ന് തന്നെ ഒരു ദുഷ്ടന്മാർക്കെതിരെ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു.